എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സൺഷൈൻ റിവ്യൂസിലേക്ക് സ്വാഗതം. അപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി രാവിലെ ഡേ തുടങ്ങിയത്. അതിനായിട്ട് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങിച്ച് കറക്റ്റ് മറൈൻ ഡ്രൈവിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് കൊച്ചി മെട്രോയുടെ ടൈമും നമ്മുടെ ടൈമും കൂടി ചേർന്ന് പോവില്ല എന്ന്. അങ്ങനെ ഇരിക്കുകയാണ് മിനാർ നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രൂപ്പ് അവരുടെ സർവീസ് ഞങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അവർ ഓഫർ ചെയ്തത് ഒരാൾക്ക് 200 രൂപയാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടി 400 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ മിനാർ നെപ്റ്റ്യൂണിൻ്റെ ബോട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബോട്ടായിരുന്നു. കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടൈമിൽ ഈ ബോട്ടിൽ ഓൾമോസ്റ്റ് 65 ആൾക്കാർക്ക് 65 ഇൻഡിവിജ്വൽസിന് വളരെ സ്പേഷ്യസ് ആയിട്ട് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത് 2 ഫ്ലോറായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറ് കംപ്ലീറ്റ്ലി AC ആണ്. സെക്കൻഡ് ഫ്ലോറ് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടാണ് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊച്ചി കായൽ എന്തായാലും നല്ല ഓപ്പൺ ആയിട്ടിരുന്ന് തന്നെ കാണാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. സെക്കൻഡ് ഫ്ലോറിലേക്ക് എൻട്രൻസ് ഈ ഒരു ചെറിയ സ്റ്റെയർസ് വഴിയാണ്. ഈ കാണുന്ന കാഴ്ച സെക്കൻഡ് ഫ്ലോറിൽ ചെന്നിട്ട് വിലമതിക്കാനാവാത്ത കാഴ്ച തന്നെയായിരുന്നു. എത്ര പറഞ്ഞാലും എത്ര കാണിച്ചു തന്നാലും ഒന്നും ഈ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയ്ക്ക് നീതി പുലർത്താനാവില്ല എൻ്റെ ക്യാമറയ്ക്കോ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കോ. അങ്ങനെ കൊച്ചി കായലൊക്കെ നന്നായിട്ട് വൈബ് ചെയ്ത് എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് മിനാർ നെപ്റ്റ്യൂണിൻ്റെ സ്റ്റാഫ് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കൊച്ചിയെക്കുറിച്ച് പറഞ്ഞു തന്നത്. ഒരു കൊച്ചിക്കാരിക്ക് അത് അല്ലെങ്കിൽ ഒരു കൊച്ചിക്കാർക്ക് അത് എത്രത്തോളം ഇൻഫർമേറ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വേറെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് തീർച്ചയായും നല്ലൊരു അറിവ് തന്നെയായിരിക്കും അത് പറയുന്നത്. സ്പെഷ്യലി എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഈ DP വേൾഡാണ്. ദുബായ് പോർട്ട് ട്രസ്റ്റാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ദുബായ് എഗ്രിമെൻറ്റ് പ്രകാരം ദുബായ് ഇത് നമുക്ക് ബിൽഡ് ചെയ്ത് വന്നപ്പോഴേക്കും 40 വർഷത്തേക്ക് ഇത് ഉപയോഗിക്കാനുള്ള റൈറ്റ് ദുബായ്ക്കാണെന്നുള്ളത് മിനാർ ഈ പറയുന്ന ബോട്ടിൻ്റെ ഗ്രൂപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് പുത്തൻ അറിവായിരുന്നു. ബാക്കിയുള്ളതെല്ലാം ഈ മഞ്ഞുമൽ ബോയ്സിൽ അവർ വർക്ക് ചെയ്ത് ഷിപ്പ്യാർഡ് കാണിച്ചിരുന്നു. ഷിപ്പ്യാർഡ് കൊച്ചിക്കാർക്ക് അറിയാത്ത പരിപാടിയൊന്നും അല്ലല്ലോ. പക്ഷെ എന്നിരുന്നാലും പുറത്തുനിന്ന് നമ്മളുടെ കൂടെ കുറച്ചൊരു തമിഴ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് തന്നെ. അവർ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചാടിപ്പോയി ആ ഷിപ്പ്യാർഡ് കാണുന്നുണ്ടായിരുന്നു. അവർക്കത് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ കൊച്ചിയിൽ തന്നെ ആയതുകൊണ്ട് നമുക്കത് അത്ര വലിയ പുതുമയല്ലല്ലോ മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലം. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നപ്പോഴേക്കും അവരുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായോ. അവരും അത് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഈ മഞ്ഞുമല അത്രയും അറിഞ്ഞല്ല ഇപ്പോൾ ഒരു സിനിമയുടെ റീച്ച് എത്രത്തോളമാണ് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ പറയുന്ന പുള്ളിയാണ് നമുക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി പറയുന്നതുണ്ട് ആ കാണുന്നതാണ് ബോൾഗാട്ടി അല്ലെങ്കിൽ ബോൾഗാട്ടി പാലസ് കാണിച്ചു തരുന്നു. അതിൻ്റെ ഇടയിൽ മട്ടാഞ്ചേരി പാലസ് കാണിച്ചു തന്നപ്പോൾ പുള്ളി ഒരു സ്റ്റോറി പറഞ്ഞു. അതായത് ഡച്ചുകാർ വന്നപ്പോഴേക്കും ഡച്ചോ പോർച്ചുഗീസോ എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ ഡച്ചോ പോർച്ചുഗീസോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരിവിടുത്തെ അമ്പലങ്ങളെല്ലാം ലൂട്ട് ചെയ്യുകയുണ്ടായി, കൊള്ളയടിക്കുകയുണ്ടായി. അങ്ങനെ അവരതിനോട് ഒരു അപേക്ഷ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മാപ്പ് ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ കൊച്ചി രാജാവിന് വേണ്ടി പണിത് കൊടുത്തതാണ് മട്ടാഞ്ചേരി പാലസ്. അത് എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല, അവിടെ പറഞ്ഞത് കേട്ടതാണ് ഞാൻ. അങ്ങനെ എന്തായാലും കുറേ കഥകളും കൊച്ചി കായലിലെ കാറ്റുമൊക്കെ ആയിട്ട് ഒരു മണിക്കൂർ പോയത് തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കായൽ കാറ്റൊക്കെ കൊണ്ട് വളരെ ശാന്തമായിട്ടാണ് ആ ബോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കടലും കായലും കൂടി മീറ്റ് ചെയ്യുന്നൊരു പെർട്ടിക്കുലർ സ്ഥലം എത്തിയത്. അതിനൊരു പേര് അവർ പറഞ്ഞായിരുന്നു, അത് ഞാനിപ്പോൾ മറന്നുപോയി. പക്ഷെ അത്രയും നേരം ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ബോട്ട് ആ സമയം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടി റഫായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായി ടർബുലൻസ് എന്നാണോ പറയുന്നതെന്ന് അറിയില്ല. ടർബുലൻസ് എന്ന് പറയാൻ മാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടി റഫായി ആ യാത്ര. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിയുകയൊക്കെ ചെയ്തു. അതൊഴിച്ച് കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ട് തന്നെയാണ് ആ ബോട്ട് പോയിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ ആയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ വളരെ അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ പറയുന്ന മിനാർ നെപ്റ്റ്യൂണിൻ്റെ തന്നെ വേണമെന്ന് ഞാൻ പറയില്ല. അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വാട്ടർ മെട്രോ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ വാട്ടർ മെട്രോ ആണെങ്കിലും ഇതെല്ലാം ആണെങ്കിലും ഒരു ദിവസം ഒരു ഫാമിലിക്ക് വളരെ അഫോർഡബിളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മളിപ്പോൾ പോയി ഈ ബോട്ടിലാണെങ്കിലും 65 പേർക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിലും അത്രയും പേരൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10-20 പേരൊക്കെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ പോയതൊരു വെനസ്ഡേ ആണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊരു വീക്ക് ഡേ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വളരെ നന്നായി തന്നെ ഈ ബോട്ട് റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങളും കൂടെ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വാ.
അങ്ങനെ 1 മണിക്കൂറത്തെ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും നല്ലോണം വിശന്നായിരുന്നു എനിക്ക്. പക്ഷേ ഒരു ചോറോ അല്ലെങ്കിൽ ബിരിയാണിയോ കഴിക്കാൻ മാത്രമുള്ള വിശപ്പില്ല, ഒരു സ്നാക്ക് കഴിക്കാനുള്ള വിശപ്പ് എന്ന് പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് സ്പോട്ട് ഉണ്ട്. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്പോട്ടിൻ്റെ പേര് ചാരിയറ്റ് ഫുഡ് കോർട്ട് എന്നാണ്. അവരുടെ ഏറ്റവും ഫേമസ് നല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരാറുള്ള ഐറ്റം ചാരിയറ്റ് ഫുഡ് കോർട്ടിലെ ചായയാണ്. പക്ഷെ നല്ല ചൂടായതുകൊണ്ട് എനിക്ക് ചായ കുടിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ 2 വെജ് റോളിൽ അത് ഒതുക്കി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് റോളാണ്. നിങ്ങളിവിടെ അടുത്തുള്ളവരാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ചാരിയറ്റ് ഫുഡ് കോർട്ട്. അപ്പോൾ നല്ല കായൽ കാഴ്ചകളും നല്ല വെജ് റോളും ഒക്കെ ആയിട്ട് അടിപൊളി ദിവസമായിരുന്നു എൻ്റേത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ സൺഷൈൻ ഡിലീസ്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ബൈ.